അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖസസുൻ നബിയീൻ ജുസ് 1 ഇബ്രാഹിം നബിയുടെ ചരിത്രം പാഠം 6. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. നാറുൻ ബാരിദ, തണുപ്പുള്ള തീ. നാർ തീ, ബാരിദ തണുത്ത, ബർദ് തണുപ്പ്, ബാരിദത്ത് തണുത്ത. ഇജ്തമഅന്നാസു, ജനങ്ങൾ ഒരുമിച്ചു. വഖാലു, അവർ പറയുകയും ചെയ്തു, മാദാ നഫ്അൽ, നമ്മൾ എന്തു ചെയ്യും. ഇന്ന ഇബ്രാഹിം, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം, കസറൽ അസ്നാം, ബിംബങ്ങളെ പൊട്ടിക്കുകയും തകർക്കുകയും, വ അഹാനൽ ആലിഹത്ത, ദൈവങ്ങളെ അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ബിംബങ്ങളെ തകർത്തപ്പോൾ അവരൊരുമിച്ച് കൂടി ചർച്ച ചെയ്യാണ്, നമ്മൾ എന്തിന് ചെയ്യണം. ഇബ്രാഹിം ഇങ്ങനെയൊക്കെ കാട്ടിയില്ലേ. വസഅലന്നാസു, ജനങ്ങൾ ചോദിച്ചു, മാ ഇഖാബു ഇബ്രാഹിം, ഇബ്രാഹിമിനുള്ള ശിക്ഷ എന്താണ്. മാ ജസാഉ ഇബ്രാഹിം, ഇബ്രാഹിമിന് നൽകേണ്ട പ്രതിഫലം എന്താണ്. ഖാനൽ ജവാബു, ഉത്തരമായിരുന്നു, ഹർരികൂഹു വൻസുറു ആലിഹതകും എന്നായിരുന്നു. ഹർരികൂഹു, അവനെ നിങ്ങൾ കരിച്ചു കളയൂ. വൻസുറു ആലിഹതകും, നിങ്ങളുടെ ദൈവങ്ങളെ, ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യൂ. വഹാകദാ കാൻ, അപ്രകാരം സംഭവിച്ചു, ഉണ്ടായി. ഔഖദൂ നാറൻ, അവർ തീ കത്തിച്ചു. വഅൽഖൗ ഫീഹാ, അതിൽ അവർ ഇട്ടു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു തആല, നസറ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിച്ചു. വഖാല ലിന്നാർ, അല്ലാഹു തീയിനോട് പറയുകയും ചെയ്തു, യാ നാറു, ഓ തീ, കൂനീ, നീ ആകണം, ബർദൻ വസലാമൻ, തണുപ്പും രക്ഷയുമാകണം, അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ അലൈഹിസ്സലാം. വഹാകദാ കാൻ, അപ്രകാരം സംഭവിച്ചു. കാനത്തിന്നാറു, തീയായി, ബർദൻ വസലാമൻ, തണുപ്പും രക്ഷയുമായി, അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. വറഅന്നാസു, ജനങ്ങൾ കണ്ടു, അന്നന്നാറ, നിശ്ചയം തീ, ലാ തളുറു ഇബ്രാഹിം, ഇബ്രാഹിമിനെ ഉപദ്രവിക്കുന്നില്ലെന്ന് കണ്ടു. വറഅന്നാസു, ജനങ്ങൾ കണ്ടു, അന്ന ഇബ്രാഹിം, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം, മസ്റൂറുൻ, സന്തോഷവാനാണ്. വഅന്ന ഇബ്രാഹിം, നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം, സാലിമുൻ, സുരക്ഷിതനാണ് എന്നവർ കണ്ടു, അവർ മനസ്സിലാക്കി. വദഹിഷന്നാസു, ജനങ്ങൾ ബേജാറിലായി. വതഹയ്യറു, അവർ പരിഭ്രാന്തരായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശിക്ഷയെന്നോളം അവർ തീയിലിട്ടു. യഥേഷ്ടം വിറകുകൾ ശേഖരിച്ച് അതങ്ങോട്ട് കുമിഞ്ഞുകൂടി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തീ കത്തിച്ചു. ആ തീയിന്റെ അടുത്തേക്ക് അവർക്ക് അടുക്കാൻ പോലും സാധിക്കാത്ത വിധം, അത്രയും ചൂട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെയാണ് കത്തിക്കണത്. പക്ഷെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ
സ്വർഗീയ വസ്ത്രം ധരിപ്പിച്ചു. അങ്ങനെ തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സുരക്ഷിതനായി അതിൽ നിന്ന് നടന്നു ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. ഇതൊക്കെ അവർ കണ്ടു, അത്ഭുതപ്പെട്ടു, പരിഭ്രാന്തരായി. കാരണം സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു തീയിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായതായിരുന്നു ഇബ്രാഹിം നബിയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവം. അങ്ങനത്തെ ഒരു മഹാത്ഭുത സംഭവമാണ് ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.